ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പൂച്ചക്കുട്ടന്മാർക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഫുഡിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. പൂച്ചകൾക്ക് ചിക്കൻ കൊടുക്കാമെങ്കിൽ എങ്ങനെ കൊടുക്കണം? റോ ആണോ നല്ലത്, ബോയിൽഡ് ആണോ നല്ലത്? പലരും പല രീതിയിൽ കൊടുക്കാറുണ്ട്. ശരിയായ രീതി ഏതാണെന്ന് നോക്കിയാലോ. പൂച്ചക്ക് വേവിച്ച ചിക്കൻ കൊടുക്കാമോ? ബെനിഫിറ്റ്സ്, റിസ്ക് ആൻഡ് കറക്റ്റ് വേ. കാറ്റ്സിന് വേവിച്ച ചിക്കൻ കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ് പറയുന്നത്. എന്തുകൊണ്ട് പൂച്ചയ്ക്ക് ചിക്കൻ നല്ലത്? പൂച്ചകൾ നാച്ചുറൽ കാർണിവോഴ്സ് ആണ്, അതായത് മീറ്റ് ബേസ്ഡ് ഫുഡാണ് അവരുടെ ബോഡിക്ക് ഏറ്റവും സ്യൂട്ടബിൾ. മൊത്തത്തിൽ എല്ലാവർക്കും ഉള്ളൊരു തെറ്റായ ധാരണയാണ് പൂച്ചക്ക് മീനും പപ്പിക്ക് മീറ്റും. പക്ഷെ അതങ്ങനെയല്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ. ചിക്കനിൽ പ്രോട്ടീൻ വളരെ കൂടുതലാണ്. ഈ പ്രോട്ടീൻ പൂച്ചയുടെ മസിൽ സ്ട്രോങ് ആക്കാനും എനർജി നൽകാനും സഹായിക്കും. അതുകൂടാതെ ചിക്കനിൽ അമിനോ ആസിഡ്, വൈറ്റമിൻസ്, മിനറൽസ് എന്നിവയും ഉണ്ടാകും. ഇവ ഫർ ഹെൽത്തി ആക്കാനും ബോഡി ഗ്രോത്തിനും സഹായിക്കും. എസ്പെഷ്യലി കിറ്റൻസിനും വീക്ക് കാറ്റ്സിനും ബോയിൽഡ് ചിക്കൻ നല്ല സപ്പോർട്ടീവ് ഫുഡാണ്. പാർട്ട് 2. എന്തുകൊണ്ട് ബോയിൽഡ് ചിക്കൻ ബെസ്റ്റാണ്? പലരും സ്പൈസി ചിക്കൻ അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ പൂച്ചയ്ക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ അത് അവരുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ബോയിൽഡ് ചിക്കനിൽ ഓയിൽ, മസാല, സാൾട്ട് എന്നിവ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡൈജഷൻ വളരെ ഈസി ആയിരിക്കും. റോ ചിക്കൻ കൊടുത്താൽ ബാക്ടീരിയ ഇൻഫെക്ഷന് ചാൻസ് ഉണ്ടാകും. അതുകൊണ്ട് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ബോയിൽഡ് ചിക്കൻ സേഫർ ഓപ്ഷനാണ്. അതുകൂടാതെ ചിക്കൻ സോഫ്റ്റായി വേവിച്ചാൽ കിറ്റൻസിന് ഈസിലി കഴിക്കാം. എന്തൊക്കെ കൊടുക്കണം, എത്രയൊക്കെ കൊടുക്കണം എന്നതിനേക്കാൾ അത് എത്ര അളവിൽ കൊടുക്കണം അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. പാർട്ട് 3. എത്ര അളവിൽ കൊടുക്കണം? കിറ്റൻ ഹെൽത്തി ആണെങ്കിലും ഓവർ ഫീഡിങ് ചെയ്യരുത്. കിറ്റൻസിന് ചെറിയ ക്വാണ്ടിറ്റി മതി. അഡൾട്ട്സ് കാറ്റിന് ട്രീറ്റ്സ് പോലെ കൊടുക്കാം. ഡെയിലി ചിക്കൻ മാത്രം കൊടുത്താൽ ന്യൂട്രീഷൻസ് ഇംബാലൻസ് വരാം. ബാലൻസ്ഡ് കാറ്റ് ഫുഡ് കൂടെ വേണം. പാർട്ട് 4. ഡേഞ്ചറസ് മിസ്റ്റേക്സ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പല മിസ്റ്റേക്സും നമ്മളെ കാറ്റിനെ അൺഹെൽത്തി ആക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഫ്രൈഡ് ചിക്കൻ ഓയിൽ കൂടുതലായതിനാൽ ഒബ്സിറ്റി, സ്റ്റൊമക്ക് പ്രോബ്ലംസ് വരാം. സ്പൈസി ചിക്കൻ മസാല പൂച്ചയുടെ സ്റ്റൊമക്കിനെ ഇറിറ്റേറ്റ് ചെയ്യും. ചിക്കൻ ബോൺസ്, ഷാർപ്പ് ബോൺസ് ത്രോട്ടിലോ സ്റ്റൊമക്കിലോ കുടുങ്ങാം. ടു മച്ച് ചിക്കൻ ബാലൻസ്ഡ് ഡയറ്റില്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി വരാം. പാർട്ട് 5. കാറ്റിന് ശ്രദ്ധ വേണം. കിഡ്നി ഡിസീസ്, അലർജി, ഡൈജഷൻ പ്രോബ്ലംസ് ഉള്ള കാറ്റ്സിന് വെറ്റ് അഡ്വൈസ് വാങ്ങുന്നത് നല്ലതാണ്. ഫസ്റ്റ് ടൈം ചിക്കൻ കൊടുക്കുമ്പോൾ ചെറിയ എമൗണ്ട് മാത്രം ട്രൈ ചെയ്യുക. അപ്പോൾ ബോയിൽഡ് ചിക്കൻ പൂച്ചയ്ക്ക് നല്ല ഹെൽത്തി ഫുഡാണ്. പക്ഷേ കറക്റ്റ് രീതിയിൽ മാത്രം കൊടുക്കണം. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ കാറ്റ് കെയർ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുകൂടാതെ ഇതിൻ്റെ കൂടെ ഡെയിലി ഫീഡിംഗ് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെർവിങ് സജഷൻസ്, പോർഷൻസ് പെർ ഡേ ബൈ സൈസ്, അതായത് നമ്മുടെ കാറ്റ്സിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ പെർ ഡേ എത്ര പോർഷൻസ് അവർക്ക് കൊടുക്കണം എന്നുള്ളതും കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ നോക്കി നിങ്ങൾക്കത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എത്ര അളവിൽ കൊടുക്കുക എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ ഫുഡ്സ് ദാറ്റ് ആർ ടോക്സിക് ടു കാറ്റ്സ് അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്.